ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതായി നൊട്ടയാണ് കാണിക്കുന്നത്. പക്ഷേ മൈലാഞ്ചി ചെടി പൂവിട്ടപ്പോൾ അത് എന്താ പറയുക, മുൻവശത്ത് വെച്ചപ്പോൾ നല്ല വാസനയുണ്ട് കൊലായിലൊക്കെ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ചെയ്തത്. മൈലാഞ്ചി ചെടിനെ കുറിച്ചിട്ടാണ്. പക്ഷേ നൊട്ടയാണ് നമ്മളിത് ആദ്യം തന്നെ ഇതിൽ കാണിക്കുന്നത്. നൊട്ടച്ചെടി ഇൻ്റർലോക്കിൻ്റെ അടിയിലൊക്കെ നല്ലോണം മുളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, പക്ഷികളെ സഹായത്തോടെ ഉണ്ടാണ്. നമ്മൾ നട്ടതൊന്നുമല്ല. നല്ല ഫ്രൂട്ടാണെന്നൊക്കെ പറയല്ല. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ നൊട്ട. അപ്പോൾ അതൊന്ന് ഇതിൽ കാണിച്ചെന്നേ ഉള്ളൂ. മൈലാഞ്ചി ചെടി ഒരു കൊമ്പ് ഇപ്പോൾ ഈ മഴയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ നട്ടു കൊടുക്കാമല്ലോ. അതാണ് കേട്ടോ ഞാനൊന്ന് ഉദ്ദേശിച്ചൊരു ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചൊരു സംഗതി അതാണ് കേട്ടോ. ഇത് കണ്ടില്ല, മൈലാഞ്ചിൻ്റെ പൂവ് നല്ല മണമാണല്ലോ. ചെമ്പകപ്പൂവിനേക്കാളും എനിക്ക് തോന്നുക നല്ല എന്താ പറയുക, ഒരു സ്പ്രേ ഒക്കെ ഇത് പോലെയാണ് വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും കാറ്റടിക്കുമ്പോഴും ഒക്കെ. അപ്പം എന്തായാലും ഇത് മുൻവശത്തും ബാക്ക് വശത്തും ഒക്കെ ഓരോ കമ്പ് ഈ ഒരു മഴയത്ത് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എനിക്കിപ്പോൾ ഈ അനുഭവിക്കുന്ന പോലെ മറ്റുള്ളവർക്കും ഉണ്ടായിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ ഷെയർ ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മൾ അടുക്കള പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ലേശം അതും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ കമൻറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ, കമൻറ്റൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഒരു കമൻറ്റൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. യൂട്യൂബിലൊരു എന്താ പറയുക, ഒരു കമൻറ്റ് കിട്ടുക, ഒരു ലൈക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സംഭവമാണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെന്താ, ഈ എന്താ പറയുക, ഷീറ്റിൻ്റെ അടിയിലാണെങ്കിലും പൂവിടുന്ന കുറച്ച് ചെടികൾ ഉണ്ടല്ലോ, ഈ പൂക്കളൊക്കെ തരുന്ന അതിനെന്താ ആർട്ട് പെയിനോ, ഇത് തണലത്തും നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഞാനിതിൽ വീഡിയോ എടുത്തിട്ട് ഇതിലൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ കമ്പുകളും നട്ടു കൊടുക്കുന്ന ഒരു കാലമാണല്ലോ മഴക്കാലം. നനക്കൊന്നും വേണ്ടല്ലോ. വേനൽക്കാലത്ത് ഉണങ്ങുകയാണെങ്കിൽ മാത്രം നനച്ചാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ മൈലാഞ്ചി ചെടിനെ കുറിച്ചിട്ടാണ്. കാരണം കാറ്റടിക്കുമ്പോൾ നല്ല വാസനയാണ്, നല്ല എന്താ പറയുക, നല്ല രസകരമായിട്ടുള്ള വാസന തന്നെയാണ്. അപ്പോൾ ഒരു കമ്പ് എല്ലാവരും ഒന്ന് നട്ടു നോക്കുക, നടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് അനുഭവിക്കണവർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കമൻറ്റൊക്കെ തരാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ കായും നല്ല ഭംഗിയാണല്ലോ. ഇതിന് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കലുണ്ട്. ക്രാഫ്റ്റ് എപ്പോഴും ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കും, അങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ നൊട്ടൊക്കെ ഇതാ നല്ല ഉഷാറായിട്ട് തന്നെ നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ വരുന്നവരെ ബൈ.